നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ബോംബ് സ്ഫോടനം നടന്ന ചെണ്ടയാട് കണ്ടോത്തുംചാൽ പ്രദേശവാസികളുടെ ഭയം അകറ്റാൻ നടപടിയെടുക്കണമെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ബോംബ് സ്ഫോടനം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പോലീസ് കർശന നടപടിയെടുക്കണമെന്നും കോൺഗ്രസ്. ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ. തലശ്ശേരി തലായി മാക്കൂട്ട് റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധന അവസാന ഘട്ടത്തിൽ. പാലം പണിക്കായി അനുവദിച്ചത് 30.85 കോടി രൂപ. സർക്കാരിന്റെ ജനക്ഷേമ ഉത്തരവുകൾ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വേറിട്ട മാർഗവുമായി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ ഉത്തരവുകൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ബോംബ് സ്ഫോടനം നടന്ന ചെണ്ടയാട് കണ്ടോത്തുംചാൽ പ്രദേശവാസികളുടെ ഭയം അകറ്റാൻ നടപടിയെടുക്കണമെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഈ പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ബോംബ് സ്ഫോടനം നടക്കുകയാണ്. BJPയും CPMും ഇക്കാര്യത്തിൽ മത്സരിക്കുകയാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. ചെണ്ടയാട് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ്. BJPയുടെയും CPMന്റെയും ബോംബിന്റെ ഒളിസങ്കേതങ്ങൾ പോലീസ് കണ്ടെത്തുന്നില്ല. ഈ വിഷയത്തിൽ നടപടിയെടുക്കാത്തതാണ് സ്ഫോടനം തുടർക്കഥയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് കൈവേലിക്കൽ ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനം നടക്കുകയും ആൾ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബോംബ് സ്ക്വാഡ് അന്വേഷിച്ചു എന്ന് കാണാൻ സാധിച്ചു. പക്ഷേ ഒരു ബോംബ് കണ്ടുപിടിച്ചതായി നമുക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഒളി സങ്കേതം ഇവിടെ ഉണ്ട് എന്നുള്ളത്, ബോംബ് ഒളിപ്പിക്കാൻ വേണ്ടി കൃത്രിമമായി നിർമ്മിച്ച സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ പോലീസ് എന്ത് അന്വേഷണമാണ് നടത്തുന്നത്? ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് ഇവിടെ വന്നു പോയി, എന്ത് അന്വേഷണം നടത്തി? എന്താണ് ഇതൊന്നും പിടിക്കപ്പെടാൻ പോകാത്തത്? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുന്നില്ല. ഗവൺമെന്റിന് അത് സാധിക്കുന്നില്ല. കാരണം ഇവിടെ രണ്ട് കക്ഷികളും ഇവിടെ മത്സരിച്ച് ഇത്തരം കാര്യത്തിന് വേണ്ടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് സത്വര നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി ആ പ്രദേശത്തുള്ള ജനങ്ങൾ അവര് ഇപ്പോൾ അസ്വസ്ഥരാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കുമെന്നുള്ള ഭീതിയിലാണ്. പഴയ കാലത്തിലേക്ക് നമുക്ക് ഓർമ്മ കടന്നു വരുന്നത് പഴയ കാലമാണ്. ആ കാലഘട്ടത്തിൽ പാനൂരും പ്രദേശങ്ങളിലുമൊക്കെ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. കണ്ണൂരിന്റെ പേര് തന്നെ കളങ്കപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നത്. ആ കാലഘട്ടത്തിലേക്കാണ് വീണ്ടും ഈ പ്രദേശം തിരിച്ചു പോകുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ഭയാശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ബോംബ് സ്ഫോടനം നടന്ന സ്ഥലങ്ങൾ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. DCC ജനറൽ സെക്രട്ടറി KP സാജു, പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP ഹാഷിം, JBV ജില്ലാ ചെയർമാൻ CVA ജലീൽ, KPCC അംഗം V സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് തേജസ് മുകുന്ദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP വിജീഷ്, KP രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ DCC പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് സംഘടിപ്പിക്കുന്നു. ആദ്യ അദാലത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Then public will be given tokens. Then they will be heard on first come first serve basis. No other priority. First come first serve basis. And every petition will be heard by regional administrator. And departments will be present. Head of offices will be present. They have to explain to petitioner. And whatever the issues can be solved should be solved at the place itself. Otherwise, it will be solved on the 7 days, 14 days, 21 days, 30 days, like that time period. It will be solved. Feedback, another one is collective feedback. Any disputes between two parties. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് സാങ്കേതികത്വത്തിന്റെ പേരിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ മയ്യഴിയിലെ വിവിധ വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നാണ് പൊതുജനങ്ങളുടെ പരാതി സത്വരമായി പരിഹരിക്കുന്നത്. മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ മയ്യഴി ഭരണകൂടം പൊതുജന സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുമെന്ന് മാഹി MLA രമേശ് പറമ്പത്ത്, റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിവസം നമ്മൾ മാഹിയിൽ നമ്മുടെ 5 വാർഡുകളാണ്. അതിലും
3 വില്ലേജ്, ഒന്ന് പന്തക്കൽ ചാലക്കര, പള്ളൂർ വില്ലേജ്, മാഹി, പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിലും, മാഹി വില്ലേജ് മറ്റൊരു ദിവസം ഇവിടെ മാഹി നമുക്ക് ഈ മത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അറിയിക്കുക. അതിൽ നമ്മുടെ എല്ലാ മാഹിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളെയും നമ്മുടെ മാഹിയിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികളും ഒക്കെ നമ്മൾ ഇതിനകം ലെറ്റർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. വരുന്ന തിങ്കളാഴ്ചയാണ് ആ പരിപാടിയുമായി എല്ലാ ആളുകളും സഹകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. രണ്ടാമതായി നമ്മുടെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഡിസംബർ 28, 29, 30, 31 തീയതികളിൽ മാഹിയിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പ്രധാന ഉദ്ദേശം ഒന്ന് നമ്മുടെ മാഹി ടൂറിസം പ്രൊമോഷൻ കൊണ്ട് മാഹിയുടെ വ്യാപാര മേഖലയെയും അതേപോലെ തന്നെ മറ്റുള്ള മേഖലകളെയും എല്ലാം അതിനെ ഉത്തേജിപ്പിക്കുക, അതിനെ നല്ലതായി വരുത്തുക, എല്ലാ രംഗത്തും ഒരു ഉണർവുണ്ടാക്കുക എന്നതുള്ളതാണ് ഈ 28, 29, 30, 31 തീയതികളിൽ നടത്താനുള്ള തീരുമാനം. ആദ്യ അദാലത്ത് ഡിസംബർ 9 രാവിലെ 9 മുതൽ പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്യും. MLAക്ക് പുറമെ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാർ, മാഹിയിലെ എല്ലാ വകുപ്പ് മേധാവികളും മറ്റുദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കും. പൊതുജനങ്ങൾ ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു. മാഹിയുടെ മറ്റു പ്രദേശങ്ങളിലും ജനസമ്പർക്ക പരിപാടി തുടർന്നുള്ള മാസങ്ങളിൽ നടത്തും. തലശ്ശേരി തലായി മാക്കൂട്ടം റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധന അവസാന ഘട്ടത്തിൽ 30.85 കോടി രൂപയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതിക്കായി അനുവദിച്ചത്. അരനൂറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യത്തിനൊടുവിലാണ് തലായി മാക്കൂട്ടം റെയിൽവേ ഗേറ്റിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതി ലഭിച്ചത്. മേൽപ്പാലം നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം 30.85 കോടി രൂപ അനുവദിച്ചു. മണ്ണ് പരിശോധന നടന്നു വരികയാണ്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി മണ്ണ് പരിശോധന നടത്തുമ്പോഴുള്ള കാലതാമസം ഒഴിവാക്കാൻ സ്ഥലം ഉടമകളുടെ സഹകരണത്തോടെയാണ് നിലവിൽ മണ്ണ് പരിശോധന നടത്തുന്നതെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് പറഞ്ഞു. റെയിൽവേ ലെവൽ ക്രോസിങ്ങുകൾ ഒഴിവാക്കുക എന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നയത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 27 റെയിൽവേ മേൽപ്പാലങ്ങൾ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മേൽപ്പാലത്തിൻ്റെ നിർമ്മാണമാണ് തലായി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് നടത്തുന്നത്. ഈ മേൽപ്പാലത്തിന് വേണ്ടി ഏകദേശം 90 സെൻറ്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതിനുള്ള നടപടികൾ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ ഓഫീസിൽ, തലശ്ശേരിയിലുള്ള ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ ഓഫീസിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫണ്ടിങ് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഏകദേശം 30.58 കോടി രൂപയ്ക്കുള്ള ഫിനാൻഷ്യൽ സാങ്ഷൻ 2024 ജൂൺ മാസം ഈ പ്രൊജക്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയാണ് 30.58 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസമാവും. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഡിസൈനും മറ്റും തയ്യാറാക്കുകയാണെങ്കിൽ ചെറിയൊരു കാലതാമസമുണ്ടാവും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെയുള്ള സ്ഥലമുടമകളുമായി സംസാരിച്ച് അവരുടെ സഹകരണത്തോടു കൂടി ആണിപ്പോൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഏകദേശം 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കും. ഈ വർക്കിൻ്റെ നിർമ്മാണ കരാർ കൊടുത്തിട്ടുള്ളതാണ്. കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാ കോൺസ്ട്രി എന്ന കമ്പനിയാണ് ഇതിന് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ അതുമായി പരിശോധനകൾ പൂർത്തീകരിച്ച് പാലത്തിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൽ കടക്കും. സ്ട്രക്ചറൽ ഡിസൈനിങ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ലാൻഡ് അക്വിസിഷൻ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കാലതാമസമില്ലാതെ തന്നെ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. ഏകദേശം 12 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നത്. പരിശോധന പൂർത്തിയായാൽ മേൽപ്പാലത്തിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കും. 310 മീറ്റർ നീളത്തിലാണ് മേൽപ്പാലം. 7.5 മീറ്റർ വീതിയിൽ റോഡ്, 1.5 മീറ്റർ വീതിയിൽ ഒരു ഭാഗത്തേക്ക് നടപ്പാത എന്നിവയുണ്ടാകും. പാലത്തിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് ഭിത്തി കിട്ടും. സർവീസ് റോഡും ഉണ്ടാകും. ഇതിനായി 90 സെൻറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. വൈദ്യുത ചാർജ് വർധനവിൽ പ്രതിഷേധവുമായി ബി ജെ പി കണ്ണൂർ മണ്ഡലം കമ്മിറ്റി കണ്ണൂർ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. LDF
പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് അർച്ചന വണ്ടിച്ചാൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറിമാരായ ബിനിൽ കണ്ണൂർ, കെ സുജീഷ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത്, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി N കുട്ടികൃഷ്ണൻ, വൈശാഖ്, P ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ നഗരസഭയിലെ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ വിതരണം ചെയ്തു. പാനൂർ നൊച്ചിക്കാട് മൈതാനത്തിൽ ചേർന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ വിതരണ ഉദ്ഘാടനം നടത്തി. പാനൂർ നഗരസഭാ പരിധിയിലുള്ള ഓട്ടോറിക്ഷകൾക്ക് മുനിസിപ്പൽ തല പാർക്കിംഗ് നമ്പർ വിതരണം നടത്തി. നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എങ്ങനെയാണ് അതിന്റെ മാനദണ്ഡം കണക്കാക്കേണ്ടത് എന്ന രീതിയിൽ നഗരസഭ ഒരു തീരുമാനം പറയുന്നതിനപ്പുറത്തേക്ക് യൂണിയന്റെ നേതാക്കന്മാർ ഇരുന്ന് ഒരു ഐക്യകണ്ഠേന തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്ന് ആലോചിച്ചതിന്റെ ഭാഗമായി ഒരുപാട് തവണ ഇരുന്ന് നമ്മളെ മുമ്പിൽ വന്ന അപേക്ഷകൾ പരിശോധിച്ച് അങ്ങനെ പരിശോധിച്ചപ്പോൾ നമ്മൾ തീരുമാനം എടുത്തത് സ്റ്റാൻഡിൽ വെച്ച് ഇപ്പോൾ ഓടുന്ന ഓട്ടോകൾക്ക് 1-ാം ഘട്ടം നൽകുകയും 2-ാം ഘട്ടം ബാക്കി പിന്നെ ഒന്നുകൂടി പരിശോധന നടത്തി നമുക്ക് നമ്പർ നൽകുക എന്ന രീതിയിലുള്ള ഒരു ആലോചന തീരുമാനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആദ്യഘട്ടം എന്ന നിലയിൽ 250 ഓട്ടോകൾക്ക് നമ്പർ നൽകുന്ന വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇതിന്റെ തുടക്കം കുറിക്കുന്നത്. 2-ാം ഘട്ടം ബാക്കിയുള്ള നമ്പറുകൾ നൽകുകയും അതിനുശേഷം 2-ാം ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞ് മാറ്റിവെച്ച അപേക്ഷകൾ ഒന്നുകൂടി എടുത്ത് പരിശോധിച്ച് 2-ാം ഘട്ട നമ്പറുകൾ പൂർത്തിയാക്കുക എന്ന രീതിയിലാണ് നമ്മൾ ആലോചിച്ച ഒരു കാര്യം. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ അധ്യക്ഷനായി. കൗൺസിലർ KK സുധീർകുമാർ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി MVI അഖിൽ മുഖ്യാതിഥിയായി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഹാഷിം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷീക ജുംന ടീച്ചർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി, കൗൺസിലർമാരായ NA കരീം, AM രാജേഷ് മാസ്റ്റർ, MTK ബാബു, PK പ്രവീൺ, M രത്നാകരൻ, പാനൂർ പോലീസ് ഇൻസ്പെക്ടർ സുധീർ കല്ലേൻ, നഗരസഭാ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന V രഞ്ജൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോറിക്ഷകൾക്ക് നമ്പർ സംവിധാനം ഏർപ്പെടുത്തിയ നഗരസഭാ നടപടിയെ ഡ്രൈവർമാർ സ്വാഗതം ചെയ്തു. പാനൂർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ഓട്ടോ തൊഴിലാളികളുടെ പ്രധാന ഒരു ആവശ്യമായിരുന്നു മുനിസിപ്പാലിറ്റിക്ക് ഒരു ഏകീകൃത നമ്പർ വേണമെന്നുള്ളത്. അത് മുനിസിപ്പാലിറ്റി പ്രഥമ ചെയർപേഴ്സണായിട്ടുള്ള റംല ടീച്ചർ മുൻപാകെ ഓട്ടോ തൊഴിലാളികൾ സംയുക്തമായിട്ട് ഒരു അപേക്ഷ നിവേദനം അവിടെ നൽകുകയുണ്ടായി. ആ ഭരണസമിതി നിർഭാഗ്യവശാലായി നമ്മുടെ ഈ നിവേദനം പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല. തുടർന്ന് വന്ന നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും മുൻപാകെ നമ്മൾ ഈ നിവേദനം നൽകി. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാസർ മാസ്റ്റർ നിവേദനം അംഗീകരിക്കുകയും നമുക്ക് പാനൂർ ടൗണിൽ ഓടുന്ന മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്കും ഏകീകൃത നമ്പർ നൽകാമെന്ന് അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ തലശ്ശേരി ജോയിൻ്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ ഓട്ടോകൾക്ക് പാർക്കിംഗ് നമ്പർ അനുവദിക്കുന്നത്. ഈ നമ്പർ വരുന്നത് കൊണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിന്നും ഒരു പണി പോയാൽ തിരിച്ച് അതേ സ്റ്റാൻഡിൽ വന്ന് ഓടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഏകീകൃത നമ്പർ വരികയാണെങ്കിൽ നമുക്ക് പാനൂർ ടൗണിൽ തന്നെയുള്ള ഏത് സ്റ്റാൻഡിലും വെച്ചിട്ടും ഓടുവാനുള്ള ഒരു അനുവാദം നമുക്ക് കിട്ടുകയാണ്. അതിൽ നമ്മൾ വളരെയധികം സന്തോഷമാണ്. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ നിന്ന് മാറിപ്പോകുന്ന കോഴിക്കോട് രൂപതാ വികാരി ജനറലും മാഹി ബസലിക്ക റക്ടറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിലിന് പുതുശ്ശേരി ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. മാഹി MLA രമേശ് പറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നല്ലൊരു ബന്ധമുള്ള ഒരു വലിയ ഒരു ദൈവിക സാന്നിധ്യമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. അപ്പോൾ ആ പള്ളിനെ നിയന്ത്രിക്കുന്നത് തീർച്ചയായും ഒരു സ്നേഹത്തോടു കൂടി എല്ലാ ആളുകളെയും വിനയത്തിൻ്റെ രീതിയിൽ സ്വീകരിക്കുകയും ആ രീതിയിൽ പെരുമാറുന്ന ഒരച്ഛനാകുമ്പോൾ നമ്മെ ഈ പള്ളിയോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ അങ്ങോട്ട് പോയില്ലെങ്കിലും ജനങ്ങളെ പള്ളിയായിട്ട് അടുപ്പിക്കുന്ന അച്ഛനാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ പെരുമാറ്റമാണ്. ആ പെരുമാറ്റത്തിൽ നാം അദ്ദേഹത്തോട് ആകൃഷ്ടനാവുന്നു എന്നുള്ളതാണ് ജെൻസൺ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമായി കണ്ടപ്പോൾ തന്നെ വളരെ സൗഹൃദമായി സംസാരിക്കുകയും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ദൈവികമായ ഒരു ജനനം അങ്ങനെ കൊടുക്കുന്നതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അദ്ദേഹം എവിടെയായാലും അങ്ങനെ ആയിരിക്കുന്നൊരു വിശ്വാസം നമുക്കുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അതിൽ തർക്കമില്ലാത്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. അത്തരത്തിലുള്ള ആളുകൾ താൽക്കാലികമായി പോകുന്ന സമയത്ത്
തീർച്ചയായും നമ്മുടെ മനസ്സിൽ ചെറിയ ഒരു നൊമ്പരമുണ്ടാകും. എന്നിരുന്നാലും അച്ഛൻ്റെ നല്ല പ്രവർത്തനം തീർച്ചയായും ഇനിയും ഈ പള്ളിക്ക് ലഭ്യമാകട്ടെ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നല്ല കരുത്തുറ്റ ഒരു സൗഹൃദ വലയവും സാമുദായികപരമായി ഈ പള്ളിയെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു ഇടവകക്കാരുമാണ് നമുക്ക് മയ്യടിയിലുള്ളത്. തീർച്ചയായും മയ്യടി ഇന്ന് നമ്മുടെ ഭൂപട മാപ്പിൽ അറിയപ്പെടുന്നത് ഒന്ന് നമ്മുടെ ഈ ക്രിസ്തീയ ദേവാലയമാണ്. പുതുശ്ശേരി ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ പ്രസിഡന്റ് വിൻസെന്റ് ഫെർണാണ്ടസ് അധ്യക്ഷനായി. മാഹി കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ആന്റണി ഫെർണാണ്ടസ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് MD തോമസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ റോബിൻ, മാഹി ട്രേഡേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ഷാജി പിണക്കാട്, മാഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. അശോക് കുമാർ, ചാലക്കര പുരുഷു തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പുതുശ്ശേരി ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ ലോഗോപ്രകാശനം മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ നിർവഹിച്ചു. സ്റ്റാൻലി ഡിസിൽവ സ്വാഗതവും മാർട്ടിൻ കൊയിലോ നന്ദിയും പറഞ്ഞു. എൻ്റെ ഈ ഒരു വരവ് ഒരു ഭാഗ്യമായി തീർച്ചയായിട്ടും അതേ വാക്കുകൾ ഞാൻ ആഗ്രഹിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്യുക. ഇതൊരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവമായിരിക്കും മാഹിയിലെ ഈ ഒരു വരവ്. കാരണം ഇങ്ങനെ ഒരു പ്രദേശത്ത്, ഇങ്ങനെ ഒരു ബസിലിക്കയിൽ, ഇങ്ങനെ വിശാല മനസ്കതയിൽ നിങ്ങളോടൊപ്പം അല്പം മാസങ്ങൾ കുറച്ചു നേരമെങ്കിലും ആയിരിക്കുവാൻ സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കും. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞ് എനിക്ക് ഇത്രയും വലിയൊരു ആദരവ് തന്നതിന്, ഇത്രയും വലിയ സ്നേഹം പ്രകടിപ്പിച്ചതിന് ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ. സർക്കാരിന്റെ ജനക്ഷേമ ഉത്തരവുകൾ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വേറിട്ട മാർഗവുമായി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ. ഉത്തരവുകൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ഇവർ. കേരള സർക്കാർ, കേരള രജിസ്ട്രേഷൻ വകുപ്പ്, കണ്ണൂർ ജില്ലാ രജിസ്ട്രാറുടെ കാര്യാലയം, കണ്ണൂർ, അകത്തലശ്ശേരി. നിങ്ങളുടെ ആധാരങ്ങൾ അണ്ടർ വാല്യുവേഷൻ നടപടികൾ നേരിടുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും സെറ്റിൽമെന്റ് കമ്മീഷനും പ്രഖ്യാപിച്ചിരിക്കുന്നു. റിപ്പോർട്ടിംഗ് പദ്ധതിയുടെ ഭാഗമായി അണ്ടർ വാല്യുവേഷൻ നടപടികൾ നേരിടുന്നവർക്കായി കുറവ് മുദ്രവിലയുടെ 50% മാത്രം അടച്ചാൽ മതിയായി. രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. 1986 മുതൽ മാർച്ച് 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ വില കുറച്ച് രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിൽ അണ്ടർ വാല്യുവേഷൻ നടപടികൾ നേരിടുന്ന പൊതുജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട സർക്കാർ പലതരത്തിലുള്ള അണ്ടർ വാല്യുവേഷൻ സെറ്റിൽമെന്റ് സ്കീമുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പലവിധ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം നേരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സർക്കാർ സെറ്റിൽമെന്റ് സ്കീമും 4/2017 മുതൽ മാർച്ച് 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ വില കുറച്ച് രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിൽ 50% മാത്രം സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ 50% മാത്രം അടച്ചുകൊടുക്കുക ഒരു കോമ്പൗണ്ടിംഗ് സ്കീമും ഉത്തരവായിട്ടുണ്ട്. സംസ്ഥാനത്താകെ 2 ലക്ഷത്തിൽ പരം ആളുകൾ അണ്ടർ വാല്യുവേഷൻ നടപടികൾക്ക് വിധേയരാണ്. ഇതിൽ 15,000-ഓളം പേർ കണ്ണൂർ ജില്ലയിലുള്ളവരാണ്. എന്നാൽ പലപ്പോഴും അണ്ടർ വാല്യുവേഷൻ നടപടികളുടെയും മറ്റ് ഉത്തരവുകൾ പരസ്യമായി നൽകിയാലോ കത്തുകൾ അയച്ചാലോ കാര്യമായ പ്രതികരണങ്ങളില്ലാത്ത സാഹചര്യത്തിലാണ് അണ്ടർ വാല്യുവേഷൻ നടപടികളുടെയും മറ്റും ഉത്തരവുകൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ ജീവനക്കാർ നൽകുന്നത്. വേറിട്ട ഈ ആശയത്തിന് പിറകിൽ ജില്ലാ രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനും ഭരണഭാഷാ പുരസ്കാര ജേതാവുമായ KP പ്രേമരാജനാണ്. ഇപ്പോൾ കേരള സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പിലെ അണ്ടർ വാല്യുവേഷൻ നടപടികൾ നേരിടുന്നവർക്കായി നടപ്പാക്കിയിട്ടുള്ള കോമ്പൗണ്ടിങ് അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഉത്തരവുകൾ, പല ഉത്തരവുകളും ജനങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ ഇത് സംബന്ധിച്ച് ആ ഉത്തരവ് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കുകയും അത് ജീവനക്കാർ, ഇവിടെ ഉള്ള 25ഓളം വരുന്ന ജീവനക്കാർ ഇതിൽ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് ഈ ഉത്തരവിലെ ഓരോ വാക്കുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്തിട്ടുള്ളത്. ഒരു പുതിയ സംവിധാനമായിരിക്കും ഇത്തരത്തിൽ സർക്കാർ ഉത്തരവുകൾ ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി, ഒരു റീൽ രൂപത്തിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിൽ എല്ലാ ബഹുമാനപ്പെട്ട ജില്ലാ രജിസ്ട്രാർ ജനറൽ, ഓഡിറ്റ് ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാട്ടിലെ ഉൾപ്പെടെ ഓഫീഷ്യൽ ഉൾപ്പെടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് നമ്മൾ കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഇതിൻ്റെ പ്രചരണങ്ങൾ നാട്ടിലെല്ലായിടത്തും എത്തുകയും ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുകയും അവർക്ക് ഈ റവന്യൂ റിക്കവറി നടപടി ഉൾപ്പെടെ ഉള്ള സംവിധാനത്തിൽ നിന്ന് ഒഴിവാകാനും അവരെ ആധാരങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഓഫീസിലെ ജീവനക്കാർ തന്നെയാണ് റീൽസിലുള്ളത്. വീഡിയോയുടെ ഔദ്യോഗിക പ്രകാശനം ഉത്തരമേഖല രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സതീഷ് ഒവാട്ട് നിർവഹിച്ചു. അതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ ജീവനക്കാരും കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലും ഇതുമായി ബന്ധപ്പെട്ട് വിജയിപ്പിക്കാൻ ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടൊരു 3.5 മിനിറ്റുള്ളൊരു നല്ലൊരു വീഡിയോ ആണ്. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് നല്ലൊരു അറിയിപ്പായിട്ടാണ് എനിക്ക് ഇത് ബോധ്യപ്പെട്ടത്. സംസ്ഥാനത്ത് 14 ജില്ലകളിൽ ഇത്തരത്തിലുള്ള സംരംഭം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അഭിമാനകരമായ വാർത്തയും കൂടിയുണ്ട്. മറ്റു ജില്ലകളൊന്നും ഇത്തരത്തിലുള്ളൊരു പ്രധാനമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല.
പകരം നമ്മുടെ ജില്ലയിലാണ് ആ രീതിയിലുള്ള ഡിജിറ്റൽ പരസ്യം. ഇതിന് മറ്റു പരസ്യങ്ങളൊക്കെ സർക്കാരും ഒക്കെ വരാനിരിക്കുന്നുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ജില്ലയിൽ നല്ലൊരു നമുക്ക് 23 ഓഫീസിന് ബാധകമായിട്ടുള്ള നല്ലൊരു പരസ്യം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ പദ്ധതിയെ കുറിച്ചിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇത് ഉൾപ്പെടുന്നു. ആ ജിയോയിൽ പറയുന്ന കാര്യങ്ങളും ആ സർക്കുലർ സർക്കാർ പറയുന്ന IG പറയുന്ന സർക്കുലർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഉണ്ട്. ഇത് കാണുന്ന പൊതുജനത്തിന് നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടാനും ഈ പൈസ അടയ്ക്കാനും ഒരു താല്പര്യം വരാവുന്ന രീതിയിലുള്ള ആകർഷകമായിട്ടുള്ളൊരു ഒരു പരസ്യമായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ജില്ലാ രജിസ്ട്രാർ AB സത്യൻ, ജില്ലാ രജിസ്ട്രാർ ഓഡിറ്റ് രാജേഷ് ഗോപാലൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി സൗത്ത് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഭിന്നശേഷി വാരാചരണം നടത്തുന്നത്. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ജമുന റാണി ഭിന്നശേഷി വാരാചരണം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ നമ്മുടെ സമഗ്ര ശിക്ഷ അഭിയാൻ കേരളവും ചേർന്നിട്ട് കേരളത്തിൽ അങ്ങോളമുള്ള BRCകളിലൂടെ നടപ്പിലാക്കി വരുന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷി വാരാചരണം എന്നുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ വലിയൊരു സ്പോർട്സ് ഭിന്നശേഷികളുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ മുഖ്യധാരയിലേക്ക് ചെറിയ വൈകല്യങ്ങൾ കൊണ്ട് അപാകതകൾ കൊണ്ട് നമ്മളുടെ നോട്ടക്കുശികൊണ്ട് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷി കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പും അങ്ങനെ വേണ്ട ഉൾച്ചേർന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഗവൺമെൻറ് തന്നെ വകുപ്പ് തന്നെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ കുട്ടികളെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി തന്നെ ചെയ്യാൻ വേണ്ടി BRC കേന്ദ്രീകരിച്ച് നമുക്ക് ട്രെയിനേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടുകൂടി നമ്മുടെ പൊതുജീവിതത്തിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക, അവരെ നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക, അവരെ നമ്മൾ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, ഒരു പ്രായോഗിക ജീവിതത്തിന് വശംവദരാകുന്ന രീതിയിൽ അവരെ ഒരുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ തന്നെ കടമയാണ്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ CG അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ DPO ഡോക്ടർ PK സബിത്ത് പരിപാടി വിശദീകരിച്ചു. തലശ്ശേരി സൗത്ത് AEO EP സുജാത, പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ജോൺ K, തലശ്ശേരി സൗത്ത് BPC TV സഖീഷ്, സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ CR ജെൻസൺ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ KK കവിതാ ശിവൻ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ സെന്റ് ജോസഫ്സ് മ്യൂസിക് ക്ലബ്ബും രാഘലയും ടീം അംഗങ്ങളും ഒരുക്കുന്ന സംഗീത പരിപാടിയും ഇതോടനുബന്ധിച്ച് നടന്നു. പാനൂർ ഗുരുസന്നിധി 43-ാം വാർഷിക മഹോത്സവത്തിന് കൊടിയേറി. പ്രസിഡന്റ് T. പ്രദീപൻ കൊടിയേറ്റം നടത്തി. വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. പാനൂർ ഗുരുസന്നിധി വാർഷിക മഹോത്സവത്തിന് ഉത്സവാന്തരീക്ഷത്തിൽ കൊടിയേറി. ഗുരുസന്നിധി പ്രസിഡന്റ് T. പ്രദീപൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. പൂജാ ചടങ്ങുകൾക്ക് ശേഷമാണ് കൊടിയേറ്റ കർമ്മം നടന്നത്.
ശാന്തിമാരുടെയും ശ്രീനാരായണരുടെയും സാന്നിധ്യത്തിലാണ് കൊടിയേറ്റ കർമ്മം നടന്നത്. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളാകാൻ ഗുരുസന്നിധി അങ്കണത്തിൽ എത്തിയിരുന്നു. ഗുരുസന്നിധി വാർഷിക മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഗുരുസന്നിധിയിലേക്ക് വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. താലപ്പൊലി, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയിലാണ് ഘോഷയാത്ര നടന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ.
വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. മറ്റു വാർത്തകളിലേക്ക്. പാറാട് കുനിയിൽ രവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുനിയിൽ രവി അനുസ്മരണത്തിന്റെ ഭാഗമായി അക്ഷരസൂര്യൻ അറിവുത്സവം പാനൂർ ഉപജില്ലാതല ക്വിസ് മത്സരം നടത്തി. കുനിയിൽ രവി മാസ്റ്റർ അധ്യാപനം നടത്തിയ കണ്ണങ്കോട് TPGM UP സ്കൂളിൽ വെച്ചാണ് മത്സരം നടത്തിയത്. ഡോക്ടർ KV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടതില്ല എന്നാണ് പൊതുവെ ഉള്ള രീതി. പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് ചില കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക തന്നെ വേണം എന്നാണ്. കാരണം കാണാപ്പാഠം പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ ബുദ്ധിയുടെ തന്തുക്കൾ വളരെ ഊർജ്ജസ്വലമായി മാറുകയുള്ളൂ. രണ്ട് തരത്തിലുള്ള ഓർമ്മയുണ്ട് എന്നാണ് ഞങ്ങൾ സാധാരണ മനഃശാസ്ത്രത്തിൽ പറയുക. ഒരു ഓർമ്മ എന്നത് ഹ്രസ്വകാല ഓർമ്മയാണ്, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയും. അധ്യാപകരിൽ കുറച്ച് രക്ഷിതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അല്പം വിശദീകരിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശാന്ത അധ്യക്ഷത വഹിച്ചു. പാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കളോത്ത് മുഖ്യാതിഥിയായി. TPGM UP സ്കൂൾ പ്രധാനാധ്യാപിക P ബിന്ദു ആശംസാ പ്രസംഗം നടത്തി. സെക്രട്ടറി P അജിത് കുമാർ സ്വാഗതവും പ്രസിഡന്റ് K പ്രസാദ് നന്ദിയും പറഞ്ഞു. LP വിഭാഗം ക്വിസ് മത്സരത്തിൽ തിരുവാൽ UP സ്കൂളിലെ ഫാത്തിമ നസീർ 1ാം സ്ഥാനവും പാനൂർ UP സ്കൂളിലെ ഇഷാനി 2ാം സ്ഥാനവും UP വിഭാഗത്തിൽ പാനൂർ UP സ്കൂളിലെ സൂര്യകിരൺ I 1ാം സ്ഥാനവും വള്ളിയായി UP സ്കൂളിലെ ദേവന കൃഷ്ണ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ക്ലസ്റ്ററിന്റെ പ്രീ ക്യാമ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 12 വിദ്യാലയങ്ങളിൽ നിന്നായി 7 വീതം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ഞിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ സഹോദരി നല്ല അതുകൊണ്ടാണ് പട്ടിണി കടന്നുകൊണ്ട് അവിടെ ആർഭാടം സുഖം ഒഴിവാക്കിക്കൊണ്ട് അവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെന്താണ് ആ അമ്മയുടെ സ്നേഹം ഉമ്മയുടെ സ്നേഹം കാണാതെ ആ അച്ഛൻ്റെ സ്നേഹം പഠിപ്പിക്കണം. നമുക്കറിയാം അച്ഛൻ്റെ സ്നേഹം മനസ്സിലാണ്, ശാസ്ത്രം പുറത്തും, പക്ഷെ ഉള്ളിൽ അരിയുണ്ടാവും, കാല അരിയുണ്ടാവും. അവസാനമായി ഒരു 5 വയസ്സ് നമുക്ക് മെച്ചോർഡാണ്. 5 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് പോകും. ഒരാൾ ലൈസൻസ് ആവശ്യമില്ല. പണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും ആമയുടെയും അമ്മാവൻ്റെയും കർഷകർ മാത്രമേ ഇഷ്ടപ്പെട്ടവർ പോലും കഴിക്കാൻ പറ്റും. എൻഗേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ എൻഗേജ് ചെയ്യും. ഫലം 2 ആഴ്ച പരിചയപ്പെട്ട ചെറുപ്പക്കാരായ NSS ജില്ലാ കൺവീനർ KM പ്രാംജിത്ത് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ J ഇന്ദിര, സ്റ്റാഫ് സെക്രട്ടറി T ജലേഷ്, കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രോഗ്രാം ഓഫീസർ അക്ഷയ് വിനോദ് എന്നിവർ സംസാരിച്ചു. NSS കൂത്തുപറമ്പ് ക്ലസ്റ്റർ കൺവീനർ ലിതേഷ് കോളയാട് സ്വാഗതവും ചോദാവൂർ HSS പ്രോഗ്രാം ഓഫീസർ P ഷാജി നന്ദിയും പറഞ്ഞു. 12 വിദ്യാലയങ്ങളിൽ നിന്നായി 7 വീതം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പാനൂർ S അക്കാദമി 3ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീൻ P മുജീബുർ റഹ്മാൻ മുഖ്യാതിഥിയായി. പുസ്തക പ്രകാശനവും നടന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പാനൂർ S അക്കാദമിയുടെ 3ാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. S അക്കാദമിയിലെ കുട്ടികൾ ഉയരങ്ങളിലേക്ക് പറക്കട്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ബലൂൺ പറത്തുകയാണ്. റെഡി, സ്റ്റാർട്ട്.
ഞാനിത് പറയാനുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇവരോടുള്ള ഒരു പ്രത്യേക അനുകമ്പയുണ്ട്. അത് പരമാവധി ഇവരുടെ സുഖത്തിന് വേണ്ടി, ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അത് സാധിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്കാൻ ശ്രമിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമായിട്ടാണ് എസ് അക്കാദമിയെ ഞാൻ കാണുന്നത്. വളരെ ചുരുക്കമാണ്. ഞാൻ മുതുകാടിൻ്റെ മാജിക് പ്ലാന്റേണിൽ പോയിരുന്നു. അവിടെയും ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ ഇവരെയും വന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ കൊണ്ടുപോയി അതൊക്കെ തന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ് കലാവൈഭവമുള്ള ഒരുപാട് കുട്ടികളെ അവിടെ ചേർത്തുകൊണ്ട് അവർ തന്നെ എല്ലാ ഇൻസ്ട്രുമെൻസും അവർ തന്നെ വായിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീൻ പി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജീവിതത്തിൽ നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത, നമുക്ക് പകരം വെക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ വാല്യൂ ബേസ്ഡായ ഒരു സാമൂഹ്യ സിസ്റ്റത്തെ, സോഷ്യൽ സിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നിടത്ത് ശക്തമായ ഒരു സംവിധാനം എന്ന അർത്ഥത്തിൽ കുടുംബത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞുമക്കൾ അവർ തലചായ്ക്കുന്നത് ആ കുടുംബത്തിലാണ്. ഈ കുഞ്ഞുമക്കൾ അവർ സുരക്ഷിതരാകുന്നത് ആ കുടുംബത്തിലാണ്. ഈ കുഞ്ഞുമക്കൾ അവർ എത്ര തന്നെ അക്ഷമരാകും വിധം അസ്വസ്ഥപ്പെടുത്തിയാലും അതിനെയൊക്കെ സന്തോഷത്തോടുകൂടി നെഞ്ചേറ്റാൻ കഴിയുന്നത് ഈ കുടുംബ സംവിധാനത്തിനാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കൊരുപാട് പഠിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ്. നമ്മളൊക്കെ പല വേദികളിലും പോകാറുള്ളതാണ്. എല്ലാവരോടും അങ്ങോട്ട് പറയാറാണ് പതിവ്. പലപ്പോഴും എന്നെ പോലുള്ള ആളുകൾക്ക് പലതും ഇങ്ങോട്ട് പഠിക്കാനും ഇങ്ങോട്ട് ഉൾക്കൊള്ളുവാനും ഇങ്ങോട്ട് സ്വയം ആത്മപരിശോധന നടത്താനും സ്വയം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാനും സ്വയം കറക്ഷൻ നടത്താനും ഒക്കെയുള്ള അവസരങ്ങളാണ് എസ് അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും സാന്ദർഭികമായി ഒരുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എസ് അക്കാദമി ചെയർമാൻ ബാലിൽ മഹമ്മൂദ് ഹാജി അധ്യക്ഷനായി. ജനറൽ മാനേജർ നിസ്താർ കീഴുപറമ്പ് സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് റാഫി എലാങ്കോട് രചിച്ച അശരീരികൾ പുസ്തക പ്രകാശനവും ഇതോടൊപ്പം നടന്നു. പൊയിൽ അബ്ദുള്ള പ്രകാശന കർമ്മം നിർവഹിച്ചു. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഏറ്റുവാങ്ങി. പാനൂർ നഗരസഭാ ചെയർമാൻ ബി നാസർ മാസ്റ്റർ, കൗൺസിലർമാരായ പി കെ പ്രവീൺ, ഉസ്മാൻ പെരിക്കാരി, ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം, പി പി എസ് സലാം, പി കെ ഷാവുൽ ഹമീദ്, അബ്ദുല്ല പൊയിൽ, ഡോക്ടർ പി മൊയ്തു, ഡോക്ടർ കെ ഷഹീദ്, കെ കെ അസ്ലം, എ അബൂബക്കർ, അബ്ദുറഹ്മാൻ മല്യോത്ത്, നിവിയ വിജയൻ എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 350ഓളം ഭിന്നശേഷി കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിരുന്ന് അരങ്ങേറി. ദൃശ്യാവിഷ്കാരം, ഒപ്പന, ദഫ്, ലഘുനാടകം, കോൽക്കളി, മ്യൂസിക്കൽ ഡിസ്പ്ലേ, അറേബ്യൻ പ്ലേ തുടങ്ങിയവയാണ് ഇവർ അവതരിപ്പിച്ചത്. പരിമിതികൾ മറികടന്നുള്ള ഇവരുടെ പ്രകടനം സദസ്സും ഏറെ ആസ്വദിച്ചു. ന്യൂമാഹി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് 14ാമത് പൊങ്കാല സമർപ്പണം ഈ മാസം 13-ന് നടത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14ാം വർഷവും നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനൊരു പൊങ്കാല സമർപ്പണം നടത്താനുള്ള അവസരമുണ്ടാകുന്നത്. അന്ന് തന്നെ ചക്കുളത്ത് കാവിലമ്മയ്ക്കുള്ള പൊങ്കാല സമർപ്പണം നടത്തുകയാണ്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീ ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരു സുവർണ അവസരം, അപൂർവ അവസരം, അതാണ് മാങ്ങോട്ടുംകാവ് ഭരണസമിതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ പ്രദേശത്തു നിന്ന് ആരംഭിച്ച ഈ ഒരു പൊങ്കാല സമർപ്പണത്തിനുള്ള സാന്നിധ്യം ജില്ല കടന്ന് അയൽ ജില്ലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് സമീപ ഭാവിയിൽ ഒരുപക്ഷെ ആറ്റുകാല് പോലെ ചക്കുളത്തുകാവ് പോലെ മാങ്ങോട്ടുംകാവിലെ അമ്മയ്ക്കുള്ള പൊങ്കാലയും അത് അങ്ങനെ ജനശ്രദ്ധയെ ആകർഷിച്ച് പോകും എന്ന് തന്നെയാണ് വസ്തുതാപരമായിട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണിക്ക് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തുന്നതോടുകൂടി 14ാമത് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമാകും. 100 കണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിക്കും. പതിവ് പൂജകൾക്ക് പുറമെ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും, അത്താഴപൂജ, ഭജന എന്നിവയും ഉണ്ടാകും. അന്നേ ദിവസം പുതുതായി നിർമ്മിക്കുന്ന ശിവക്ഷേത്രത്തിന്റെ ഉത്തരം കെട്ട് കയറ്റൽ ചടങ്ങ്
12 മണിക്കും 1 മണിക്കുമിടയിലെ ശുഭമുഹൂർത്തത്തിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരി നിർവഹിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് OV സുഭാഷ്, സെക്രട്ടറി ഷാജി കൊള്ളുമൽ, CV രാജൻ പെരിങ്ങാടി, പവിത്രൻ കൂലോത്ത് എന്നിവർ പങ്കെടുത്തു. MSF ഇരഞ്ഞിൻകീഴ് ശാഖാ സമ്മേളനവും വൈറ്റ് ഗാർഡ് ഓഫീസ് ഉദ്ഘാടനവും കടവത്തൂരിൽ നടന്നു. വൈറ്റ് ഗാർഡ് ഓഫീസ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള നിർവഹിച്ചു. വൈറ്റ് ഗാർഡ് ഓഫീസ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള നിർവഹിച്ചു. MSF ഇരഞ്ഞിൻകീഴ് ശാഖാ സമ്മേളന ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടും നഗരവും ഈ സാഹചര്യത്തിലേക്ക് നടന്നതിനുള്ള ചരിത്രം അന്വേഷിച്ചു പോകാനാണ് ഞങ്ങൾ MSFകാരോട് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ മുസ്ലിം ലീഗും ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തനത്തെ ഒരുപക്ഷെ നോക്കേണ്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു പ്രത്യേകമായ ഒരു കോളമുണ്ട്. ആ കോളത്തിൽ 60 ചോദ്യങ്ങളാണുള്ളത്. ആ 60 ചോദ്യങ്ങൾ ആ നാടിന്റെ ചരിത്രം അന്വേഷിക്കുവാനുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാടും നഗരവും ഉണ്ടാക്കിയെടുത്ത ഈ പതാകയാൽ നമ്മൾ സാധ്യമാക്കിയ ഔന്നത്യമുള്ള ഒരു ചരിത്രമാണ് പ്രകടിപ്പിക്കാൻ പോകുന്നത്. ഈ 60 ചോദ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ ചിത്രമാണ് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. MSF ഇരഞ്ഞിൻകീഴ് ശാഖാ പ്രസിഡന്റ് EK ഷഫീൻ അഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ, റാഷിദ് സബാൻ, CK മുഹമ്മദ് അലി, മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് PPF സലാം, ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, ഇസ്മയിൽ ചാമാളി, നാസർ പുത്തലത്ത്, സമദ് അറക്കൽ, PK സഹദുദ്ദീൻ, മുബീൻ മുഹമ്മദ്, സൽമാൻ സാലിഹ് തുടങ്ങിയവർ സംസാരിച്ചു. MSF ഇരഞ്ഞിൻകീഴ് ജനറൽ സെക്രട്ടറി നസീഫ് അറക്കൽ സ്വാഗതം പറഞ്ഞു. അടുത്തത് ജില്ലാ നിദാനം. 10 വർഷം സർവീസ് പൂർത്തീകരിച്ച ജീവനക്കാരുടെ മാതാപിതാക്കൾക്ക് ദുബായ് കാണാൻ അവസരമൊരുക്കി UAE-യിലെ പ്രമുഖ ബിസിനസ് സംരംഭകരായ ജൂബിലി ഗ്രൂപ്പ്. ജൂബിലി ഫെസ്റ്റിന്റെ സമാപനത്തോട് അനുബന്ധിച്ച് നടത്തിയ പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാക്കിയത്. സഹോദരങ്ങളായ ജൂബിലി ഗ്രൂപ്പ് ചെയർമാൻ KV ഇസ്മായിൽ, മാനേജിംഗ് ഡയറക്ടർ KV അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. 10 ദിവസം താമസ സൗകര്യം, ഭക്ഷണം, യാത്ര, മറ്റനുബന്ധ സൗകര്യങ്ങൾ എന്നിവ നൽകിയാണ് UAE സന്ദർശനം പൂർത്തിയാക്കിയത്. UAE-യിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, ഡയറി ഫാം എന്നിവ സന്ദർശിച്ചു. മാതാപിതാക്കളോടൊപ്പം ജീവനക്കാരും ജൂബിലി ഗ്രൂപ്പ് അംഗങ്ങളും യാത്രയിൽ പങ്കാളികളായി. വികാര നിർഭരമായ ഒരുപാട് നിമിഷങ്ങൾക്കാണ് 10 ദിവസം സാക്ഷ്യം വഹിച്ചത്. തങ്ങളുടെ മക്കൾ ജോലി ചെയ്യുന്ന രാജ്യവും സ്ഥാപനവും കാണാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നതിൻ്റെ സന്തോഷം അവരിൽ പ്രകടമായി.
على جبين سعادتي وأفكاري تجري الحروف بأشواق وأزهار هذه يا قد سرت للسعد في أمل തങ്ങളുടെ മാതാപിതാക്കളെ ജോലി ചെയ്യുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള നിർവൃതിയിലാണ് ജീവനക്കാരും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂട്ടാൻ വേണ്ടിയുള്ള റാസൽ ടൈം എയർപോർട്ടിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ജൂബിലി ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ.വി. അബ്ദുൽ സലാം, ചെയർമാൻ കെ.വി. ഇസ്മായിൽ എന്നിവർ സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. മറ്റു വാർത്തകളിലേക്ക്. വനിതാ സാഹിതി തലശ്ശേരി മേഖലയിലെ കോടിയേരി നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാഹിത്യകാരിയുമായുള്ള സംവാദവും അക്ഷര സരണി പരിപാടിയുടെ ഉദ്ഘാടനവും നടത്തി. ജില്ലാ സെക്രട്ടറി ED ബീന ഉദ്ഘാടനം ചെയ്തു. സാഹിത്യത്തിൽ തന്നെ പ്രാദേശികമായ വേർതിരിവുകൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾ പ്രത്യേകമായി അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. എഴുത്തുകാരികൾ നടത്തുന്ന തുറന്നെഴുത്തുകൾ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ടെന്നും ബീന പറഞ്ഞു. അപ്സര അധ്യക്ഷത വഹിച്ചു. കോടിയേരിയുടെ എഴുത്തുകാരി പ്രവീണ രാധാകൃഷ്ണനെയും അവരുടെ സൃഷ്ടികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് മേഖലാ കമ്മിറ്റി സെക്രട്ടറി TK ബിന്ദു, മേഖലാ കമ്മിറ്റി അംഗം യശോദ എന്നിവർ സംസാരിച്ചു. പ്രവീണ രാധാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ഭാരതി സ്വാഗതവും K ചിത്ര നന്ദിയും പറഞ്ഞു. പക്ഷെ എനിക്ക് എവിടെയും കാക്കനെ കാണാൻ പറ്റില്ല. അത് അത്ര ഒരു വലിയ കാട്, ഉൾക്കാട് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നല്ല മനോഹരമായ ഒരു പ്രദേശം. അപ്പൊ അത്തരത്തിൽ ഞാനിങ്ങനെ നിരീക്ഷണം എഴുത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് ഞാൻ അന്നാണ് പഠിച്ചത്. പഞ്ഞനൂർ മനേക്കര തട്ടാരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഊട്ടുപുര സമർപ്പണം നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഗാനാർച്ചനയും നടന്നു. ക്ഷേത്രം തന്ത്രി പുല്ലഞ്ചേരി ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരിപ്പാട് ഊട്ടുപുര സമർപ്പണം നടത്തി. ക്ഷേത്രം രക്ഷാധികാരി അപ്പുക്കുട്ടി നമ്പ്യാർ, പ്രസിഡന്റ് മാധവൻ നമ്പ്യാർ, സെക്രട്ടറി CK ഗംഗാധരൻ, മാതൃ സമിതി പ്രസിഡന്റ് കാർത്തിയാനിയമ്മ, സെക്രട്ടറി ശാന്തകുമാരി, ഭരണസമിതി അംഗങ്ങളായ P വേണുഗോപാലൻ, ഭാസ്കരൻ, RP ഗംഗാധരൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഗാനാർച്ചനയും നടന്നു. ഉച്ചയ്ക്ക് ഭക്തർക്കായി പ്രസാദ ഊട്ടും നടന്നു. കതിരൂർ മീത്തലെ വേങ്ങേരി പൊട്ടൻകാവ് ആണ്ടുതിറ മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടത്തി. കതിരൂർ ദേശവാസികളുടെ വകയായി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വനിതാ പ്രഭാത ശാഖ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സൂര്യനാരായണ ക്ഷേത്ര പരിസരത്തുകൂടി ദീപാരാധനയ്ക്ക് മുമ്പായി പൊട്ടൻകാവിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു. തുടർന്ന് സംഗീതാർച്ചനയും നൃത്യങ്ങളും അരങ്ങേറി. ശിവശംഭോ സ്വയം ശിവശംഭോ സ്വയം ശിവശംഭോ സ്വയം ശിവശംഭോ സ്വയം. പൊന്നം പ്രീമിയർ ലീഗ് സീസൺ 5ന്റെ ഭാഗമായി പ്രചരണ വിളംബര റാലി സംഘടിപ്പിച്ചു. പൊന്നം പാലത്ത് നിന്നും ആരംഭിച്ച റാലി ചെമ്പാട് വഴി മാക്കുനിയിൽ സമാപിച്ചു. കായി
4 വർഷങ്ങളായി നടത്തിവരുന്ന പൊന്നം പാലത്തെ കായിക മാമാങ്കമായ പൊന്നം പ്രീമിയർ ലീഗിന്റെ 5ാം പതിപ്പിനും പ്രൗഢമായ തുടക്കം. 150ഓളം കായിക താരങ്ങളെ 6 ടീമുകളിലാക്കി അണിനിരത്തിയാണ് 9ഓളം കായിക ഇനങ്ങൾ ഈ സീസണിൽ നടത്തുന്നത്. പരിപാടിയുടെ ആരംഭഘട്ടം എന്ന രീതിയിൽ വിളംബര റാലിയും തുടർന്ന് ഫ്ളാഗ് സെറമണിയും നടന്നു. വാർഡംഗം സുനിത ടൂർണമെന്റ് ഫ്ളാഗ് ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് ടൈറ്റിൽ സ്പോൺസേഴ്സായ VP സമദ്, കാസിം ചമ്പാട്, 6 ടീമുകളുടെ മാനേജർമാരായ അർജുൻ, മുബാഷിർ, ഷംസീർ, നിഷാദ്, റജിനാസ്, സമീൽ എന്നിവരും പതാക ഉയർത്തി. ട്രോഫി അനാച്ഛാദന ചടങ്ങും ഇതോടൊപ്പം നടന്നു. 6 ടീമുകളായ റോക്കി ചലഞ്ചേഴ്സ്, ലയൺസ് പൊന്നം, ഫാൽക്കൺ പൊന്നം, റോക്കി പൊന്നം, ഗ്ലാഡിയേറ്റേഴ്സ് പൊന്നം, പൊന്നം നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുടെ ജേഴ്സി ലോഞ്ചിങ്ങും ഇതോടൊപ്പം നടന്നു. നൌറസ് പൊന്നം, NK രൺദീപ്, സനിൽ കല്ലിച്ചി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചെമ്പാട് ശ്രീ മുതുവനായി മടപ്പുരയിൽ തിരുവപ്പന മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്ര നടത്തി. ചെണ്ടമേളം, വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ നൃത്തരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബോംബ് സ്ഫോടനം നടന്ന ചെണ്ടയാട് കണ്ടോത്തുംചാൽ പ്രദേശവാസികളുടെ ഭയം അകറ്റാൻ നടപടിയെടുക്കണമെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ബോംബ് സ്ഫോടനം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പോലീസ് കർശന നടപടിയെടുക്കണമെന്നും കോൺഗ്രസ്. ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ. തലശ്ശേരി തലായി മാക്കൂട്ടം റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധന അവസാന ഘട്ടത്തിൽ. പാലം പണിക്കായി അനുവദിച്ചത് 30.85 കോടി രൂപ. സർക്കാരിന്റെ ജനക്ഷേമ ഉത്തരവുകൾ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വേറിട്ട മാർഗവുമായി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ. ഉത്തരവുകൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.